സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം. നിമിഷപ്രിയ വിഷയത്തെക്കുറിച്ചാണ് എൻ്റെ ഈ വീഡിയോ. എൻ്റെ പ്രേക്ഷകരെല്ലാം സോഷ്യൽ മീഡിയ മറ്റ് മാധ്യമങ്ങൾ വഴി നിമിഷപ്രിയ വിഷയത്തിൻ്റെ അപ്ഡേറ്റ്സൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഇപ്പോൾ നിമിഷപ്രിയ ചെയ്തത് ശരിയാണോ തെറ്റാണോ അത് മറ്റൊരു വിഷയമാണ്. ഏതായാലും കേരളീയരായ നിമിഷപ്രിയയുടെ സഹജീവികൾ കഠിന പരിശ്രമത്തിലാണ് നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഏർപ്പാടുകൾക്ക് വേണ്ടി. ഇപ്പോൾ മലയാളിയെ സംബന്ധിച്ച് അവനിൽ പ്രവാസത്തിൻ്റേതായ ഒരു അംശം രക്തത്തിൽ തന്നെ അലിഞ്ഞു ചേർന്നതാണ്. പണ്ടൊരു കാർട്ടൂണ് നിങ്ങളും കണ്ടിരിക്കും, എന്നോ എവിടെയോ വായിച്ചത്, ആസ്വദിച്ചത്, ചിരിച്ചത് ഓർമ്മിച്ചു പോവുകയാണ്. അതായത് ചന്ദ്രമണ്ഡലത്തിൽ ബഹുമാന്യനായ ആംസ്ട്രോങ് ആദ്യമായി കാലുകുത്തുമ്പോൾ അവിടെ ഒരു ചെറിയ മുറുക്കാൻ കട അദ്ദേഹം കാണുന്നു. അതൊക്കെ അവിടെ പോയപ്പോൾ അണ്ണാ ഏത് സിഗരറ്റ് വേണം, അണ്ണൻ്റെ ബ്രാൻഡ് ഏതാണ് എന്ന് പറഞ്ഞൊരു മലയാളി പ്രത്യക്ഷപ്പെടുന്നു. ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ്. നേരിയ കാർട്ടൂണിസ്റ്റിൻ്റെ വാചകത്തിലും അല്ലെങ്കിൽ ആ കണ്ടൻറ്റിലും നേരിയ വ്യത്യാസം ഉണ്ടാവാം. എന്നാൽ പോലും സംഭവം ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ് ഏതാണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു പ്രവാസത്തിൻ്റേതായ ഒരു വാസന മലയാളിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ധാരാളം മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ പോകാൻ കഴിയുമോ അവിടെയൊക്കെ പോകുന്നു, തൊഴിലെടുക്കുന്നു, വലിയൊരു ശതമാനം ജീവിത വിജയം നേടുന്നു. ഏതാനും വിരലിൽ എണ്ണാവുന്നവർ പരാജയപ്പെടുന്നു. അത് വേറെ കാര്യം. ഇപ്പോൾ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് ഏതാണ്ട് എല്ലാ അറബ് രാജ്യങ്ങളുടെ നിയമവും ഏതാണ്ടൊക്കെ ഒരു കണക്കിലാണ്. കർശന കുറ്റവാളിക്ക് നമുക്കറിയാം കർശനമായ ശിക്ഷയാണ് അവിടെ നൽകുന്നത്. കണ്ണിന് കണ്ണ്, കാതിന് കാത്, മൂക്കിന് മൂക്ക് തുടങ്ങിയ രീതിയാണ്. പലപ്പോഴും മുമ്പ് ആ രാജ്യങ്ങളുടെ, അറബ് രാജ്യങ്ങളുടെയൊക്കെ ശിക്ഷാരീതിയെയൊക്കെ പലപ്പോഴും പ്രകീർത്തിച്ചുകൊണ്ട് മുമ്പൊക്കെ സാധാരണക്കാർ പോലും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും നിമിഷപ്രിയയുടെ മോചനത്തിനായി കോർഡിനേറ്റർ എന്ന നിലയിൽ സാമുവൽ ജെറോം ഭാസ്കറും പിന്നെ മലയാളിയായ അഡ്വക്കേറ്റ് തുടങ്ങി ധാരാളം പേര് തങ്ങളാലാവുന്ന കഠിന പരിശ്രമം തന്നെ വർഷങ്ങളായി നടത്തുന്നു. നമ്മുടെ ഭാരത സർക്കാർ ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റം ചെയ്തു കഴിഞ്ഞു. ഇനിയും ചെയ്യാതിരിക്കില്ല. പിന്നെ ബഹുമാന്യനായ ശ്രീ കാന്തപുരം മുസ്ലിയാർ അവറുകളും ഇതിൽ ഇടപെട്ടിരിക്കുന്നു. നല്ല സൂചനകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ നാമൊക്കെ കേട്ടതാണ്. ഇപ്പോൾ കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ സഹോദരൻ്റെ ഒരു കടുംപിടുത്തമാണ് അല്പം ഈ ചർച്ചയുടെ പുരോഗതിക്കൊക്കെ തടസ്സമായി നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും നിമിഷപ്രിയയുടെ പ്രവൃത്തിയെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭിന്നാഭിപ്രായം ഉണ്ടാകുന്നു. അത് വേറെ കാര്യം. ഏതായാലും നല്ലത് എൻ്റെ പ്രേക്ഷകർക്കൊപ്പം നല്ല വാർത്ത ശ്രവിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് ആലോചിച്ചു പോവുകയാണ്. പ്രതികരിക്കുക സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം.